ഞങ്ങളിപ്പോൾ ഈ വടകരയുടെ ഒരു പശ്ചാത്തലത്തിൽ ഒരു സർവകക്ഷി യോഗം ലീഗ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു പോസിറ്റീവായിട്ടൊരു തീരുമാനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? വടകരയുടെ ചരിത്രം എന്ന് പറയുമ്പോൾ അത് ഈ നാദാപുരം മേഖലയാണ്. സെൻസിറ്റീവായിട്ട് ഏരിയയാണ് അവിടെ. നാദാപുരം, പാനൂർ, അങ്ങനെയുള്ള രാഷ്ട്രീയമായിട്ടുള്ള ചേരിതിരിവുകൾ ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ അവിടെ അത് അങ്ങനെ വല്ലതും സംഭവിക്കുമ്പോൾ അത് നമുക്ക് നമ്മുടെ നിയന്ത്രണങ്ങൾക്ക് അതീതമാവും. ഇപ്പോൾ ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് 15 വർഷങ്ങൾക്ക് മുമ്പാണ് തോന്നുന്നു അവിടെ എൻ്റെ അന്ന് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ഷിഹാബ് തങ്ങൾ, അന്നത്തെ മുഖ്യമന്ത്രി കെ നായനാർ, അവരൊക്കെ ബന്ധപ്പെട്ട് കുഞ്ഞാടി സാഹിബ് എല്ലാവരും കൂടി ബന്ധപ്പെട്ടിട്ട് നാദാപുരത്തൊരു സമാധാനം, അത് ഒരു സ്ഥിര സമാധാനത്തിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ അന്ന് നടത്തി. അത് നായനാരും തങ്ങളും ഒക്കെ തന്നെ വളരെ തന്മയത്വത്തോടെ തന്നെ അവിടെ ആ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു. അപ്പോൾ അതിനുശേഷം വളരെ സമാധാനത്തോടെ തന്നെയാണ് നാദാപുരം മേഖല മുന്നോട്ട് പോകുന്നത്. അതിനിടയ്ക്ക് പ്രകോപനമോ ഒന്നും അവിടെ ഏശാതെ നല്ലൊരു സമാധാനം അവിടെ നിലനിൽക്കുകയാണ്. ഇപ്പോൾ ഈ ഇലക്ഷൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ചില പ്രചാരണങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എന്ന് പലരും പറഞ്ഞു കേൾക്കുന്നു. പക്ഷേ അത് ഇലക്ഷൻ റിസൾട്ട് എന്തായാലും അതൊരു പൊട്ടിത്തെറിയിലേക്ക് പോകാൻ പാടില്ല. അപ്പോൾ അവിടെ ഒരു മുൻകരുതൽ എടുക്കുക എന്നുള്ളത് അത് ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റുമൊക്കെ ഗൗരവത്തോടെ തന്നെ എടുക്കേണ്ടതാണ്. അപ്പോൾ നാദാപുരത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് അവിടെ നല്ല അടിപൊളിയുള്ളൊരു പാർട്ടിയാണല്ലോ. ജനകീയമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ മുസ്ലിം ലീഗ് ഇടപെടുന്നതുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാദാപുരത്ത് സമാധാനം നിലനിർത്തേണ്ടത് മുസ്ലിം ലീഗിൻ്റെ കൂടി ആവശ്യമാണ്. മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ മുസ്ലിം ലീഗ്, കോൺഗ്രസ്, യു ഡി എഫിൻ്റെ കൂടി ആവശ്യമാണ്. അപ്പോൾ അത് രാഷ്ട്രീയ പാർട്ടികൾ മാത്രം ചെയ്താൽ അതിൽ പൂർണ്ണമാവുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് ഇവിടെ എല്ലാ പാർട്ടിക്കാരെയും, മുസ്ലിം ലീഗിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും കോൺഗ്രസ് എല്ലാവരെയും വിളിച്ചുകൊണ്ട് ഒരു സർവകക്ഷി യോഗം അവിടെ എത്രയും പെട്ടെന്ന് വിളിച്ചു ചേർത്ത് നാദാപുരത്തിൻ്റെ സ്ഥിതിശേഷം, ഒരു സമാധാനത്തിലേക്കുള്ള സ്ഥിതിശേഷം അവിടെ ഉണ്ടാക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരണം. അതാണ് ഞങ്ങൾ നേരത്തെ തന്നെ പറയാറുള്ളതാണ്. അനൗപചാരികമായിട്ടുള്ള ചർച്ചകളൊക്കെ ഉണ്ടാവുമല്ലോ, അതിലൊക്കെ തന്നെ മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശം അതാണ്. സർവകക്ഷി യോഗം ഗവൺമെൻറ് വിളിച്ചു ചേർത്തിട്ട് അവിടെ സമാധാനം ഉണ്ടാക്കണമെന്നുള്ളതാണ്. ഔദ്യോഗികമായിട്ട് ചർച്ചയല്ല, സാധാരണ ഇങ്ങനെ ഇപ്പോൾ സംഭവഗതികൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഫോണിലൂടെയും മറ്റൊക്കെ സംസാരിക്കുമല്ലോ. അങ്ങനെയുള്ള സംസാരമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടെയാണ് ഇങ്ങനെ ഒരു ആലോചന വന്നിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ +1 കുട്ടികൾക്ക് സീറ്റില്ലാത്ത വലിയൊരു പ്രതിസന്ധിയാണ് നേരത്തെ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇന്നലെ മന്ത്രി പറയുന്നത് ഈ മലപ്പുറത്ത് അത്ര വലിയ പ്രതിസന്ധിയൊന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. മലപ്പുറം ജില്ലയിൽ കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്നുണ്ട്, കൂടുതൽ കുട്ടികൾ വിജയിക്കുന്നുണ്ട്. വിജയിക്കുന്ന കുട്ടികൾക്കായിട്ട് കൂടുതൽ A+ കിട്ടുന്നുണ്ട്. അപ്പോൾ അത്തരൊരു സാഹചര്യത്തിൽ അവർക്ക് ഹയർ എഡ്യൂക്കേഷൻ നിർബന്ധമാണ്. സ്വാഭാവികമായിട്ടും ജില്ലയിൽ തന്നെ അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം ഗവൺമെൻറ്. ഏതാനും സ്ഥലങ്ങളിൽ ചില സീറ്റ് വർദ്ധിപ്പിച്ചത് കൊണ്ട് മാത്രം ഇവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുകയില്ല. മുമ്പ് UDF ഭരിച്ച സമയത്ത് നമ്മൾ ബാച്ചുകൾ കൊടുത്തിരുന്നു, സ്കൂളുകൾക്ക് ബാച്ചുകൾ അനുവദിച്ചു കൊടുത്തിരുന്നു. അന്ന് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിഞ്ഞു. എന്നാൽ അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ 5-8 വർഷമായിട്ട് ആ ഒരു സ്ഥിതി ഇവിടെ ഇല്ല. വല്ലാതെ ഒച്ചപ്പാടൊക്കെ ഉണ്ടാകും, സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ കുറച്ച് സീറ്റ് വർദ്ധിപ്പിക്കുക എന്ന് മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതുപോലെ ബാച്ചുകൾ തന്നെ വർദ്ധിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ ഒരു പരിഹാരത്തിന് സത്വരമായ, ഈ ഒരു പ്രശ്നത്തിന് സത്വരമായ ഒരു പരിഹാരം ഗവൺമെൻറ് കാണണം. രാഷ്ട്രീയ ലക്ഷ്യമാണെന്ന വിദ്യാഭ്യാസ മന്ത്രി ഒരു കാരണവശാലും ബാച്ചുകൾ ഉയർത്തില്ലായിരുന്നു അദ്ദേഹം ആവർത്തിച്ചു. ഈ വർഷം അതിനെപ്പറ്റി ചിന്തിക്കേണ്ട എന്നാണ്. അല്ല, നമുക്കിപ്പോൾ ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മളത് ശബ്ദം ഉയർത്തും. അതിന് സമരമെന്നോ എന്ത് വിളിച്ചാലും കുഴപ്പമില്ല. ആവശ്യങ്ങൾ സമരം ഉയർത്തിയെങ്കിലല്ലേ ജനങ്ങൾ അറിയുള്ളൂ, ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ അത് വരികയുള്ളൂ. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ ഇതേക്കുറിച്ച് മുസ്ലിം ലീഗ് ഗൗരവമായിട്ട് തന്നെ ഈ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. അത് വളരെ ന്യായമായിട്ടുള്ളൊരു ആവശ്യമാണ്. പൊന്നാനിയിലെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ അവിടെ നിന്ന് ആകസ്മികമായ ആ ഒരു ദുരന്തം, നമ്മൾ 2 പേരിൽ ഒതുങ്ങി എന്നുള്ളത് നമുക്ക് ആശ്വാസമാണ്. 6 പേരെ നേരത്തെ കാണാതായിരുന്നു, പക്ഷേ 2 പേര് മൃത്യുവിനിരയായത്. ഏതായാലും ആ കുടുംബങ്ങൾക്കും അതുപോലെ തന്നെ പരിക്ക് പറ്റിയ മറ്റു കുടുംബങ്ങളുണ്ടാവും, അവർക്കൊക്കെ തന്നെ ഗവൺമെൻറ് മതിയായ നഷ്ടപരിഹാരം കൊടുക്കേണ്ടതുണ്ട്.